സ്വകാര്യ സർവകലാശാലകളിൽ സാമൂഹിക നീതിയും മെറിറ്റും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് എസ്എഫ്ഐ. അധ്യാപകരുടെയും ജീവനക്കാരുടെയും ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പാക്കണം. ഇന്റേണൽ മാർക്ക് പരാതി പരിഹാര സമിതിയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം വേണം. പിന്നാക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകണം. സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കും മുമ്പ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തണമെന്നും എസ്എഫ്ഐ ആവശ്യപ്പെട്ടു. സ്വകാര്യ സർവകലാശാല വൈകി ഉദിച്ച വിവേകമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യുഡിഎഫ് സർക്കാരുകൾ കൊണ്ടുവന്ന പുരോഗമനപരമായ എല്ലാ മാറ്റങ്ങളെയും അന്ധമായി എതിർക്കുകയും പിന്നീട് പുകഴ്ത്തുകയും ചെയ്ത ചരിത്രമാണ് സിപിഎമ്മിനുള്ളത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ സിപിഎം എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനത്തിന് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ തിരുത്താൻ വൈകിയത് മൂലം അവസരങ്ങൾ ഏറെ നഷ്ടപ്പെട്ട നാടാണ് കേരളം. +2, ശാസ്ത്രീയ വിദ്യാഭ്യാസം, ഓട്ടോണമസ് കോളേജ്, സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകളുമായി സഹകരണം തുടങ്ങിയ കാലോചിതമായ എല്ലാ പരിഷ്കാരങ്ങൾക്കും സിപിഎം തുരങ്കം വെച്ചു. ഈ നയങ്ങളുടെ എല്ലാം ഉപയോക്താവും പ്രയോക്താവുമായി പിന്നീട് സിപിഎം മാറിയെന്നും സുധാകരൻ പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ കൂടുതൽ ഗുണം ചെയ്തേനെ എന്ന് ടി.പി. ശ്രീനിവാസൻ. വെർച്വൽ കോളേജിലേക്ക് കാലഘട്ടം മാറുകയാണ്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ടി.പി. ശ്രീനിവാസന്റെ പ്രതികരണം.